സർ നമുക്കിപ്പോ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ, അപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണോ ITR ഫയൽ ചെയ്യുമ്പോൾ? ഇപ്പൊ വലിയ വലിയ ക്യാഷ് ഡെപ്പോസിറ്റ്സ്, പ്രത്യേകിച്ച് ഇൻകൊന്നും ഉണ്ടാവില്ല, പക്ഷെ വലിയ എമൗണ്ട് ഓഫ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്, ക്യാഷ് വിഡ്രോവൽസ് ഒക്കെ AAC വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ITR ഫയൽ ചെയ്യുമ്പോൾ? നിശ്ചിതയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ AAS ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ 26IS എന്നുള്ള ഒരു ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് വളരെ കൺസോൾഡേറ്റ് ആയിട്ട് ഒരു ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരു ബാങ്കിൽ ഒരാളിങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ ക്യാഷ് ഒരുപാട് വിഡ്രോ ചെയ്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മേ ബി ചിലപ്പോൾ ആൾക്ക് വരുമാനമില്ല എന്ന് കരുതും. അപ്പോൾ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ഈ ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ സോഴ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇതൊന്നും ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ കാണിക്കുക മിക്കവാറും എബോ ഒരു 10 lakhs ആൻഡ് എബോ ക്യാഷ് ഡെപ്പോസിറ്റ്സുകളൊക്കെയാണ് മിക്കവാറും ട്രേസ് ഔട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ, അതായത് നേരത്തെ പറഞ്ഞ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ AIS ഒരുപാട് ഡാറ്റകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് എക്സാക്ട്ലി ഇതൊരു ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഒരു മിറർ ഇമേജ് പോലെയാണത്. അതായത് നമ്മൾ എന്തൊക്കെയാണോ നമുക്കൊരു സോഴ്സ് ഉള്ളത്, ഇത് മുഴുവൻ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ റിഫ്ലക്ട് ചെയ്യണം. ഇത് ഏതാണ്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്ത് റിഫ്ലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്.